സ്വാമി ശരണം. പ്രിയ പ്രേക്ഷകരെ, ന്യായവിധിയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ അഡ്വക്കേറ്റ് രാജേഷ് വി ആർ, അമൃത ടി വിയുടെ കേരള ഹൈക്കോടതിയിലെ നിയമകാര്യ ലേഖകൻ. സ്വാമി ശരണം പറഞ്ഞു തുടങ്ങിയത് പോറ്റിയെ കയറ്റിയ ആ പാട്ടും ആ പാരടി ഗാനം, അതിനെ തുടർന്നുണ്ടായ വിഷയങ്ങളും, അതിനിടെ എൻ വാസുവിൻ്റെ ജാമ്യം പരിഗണിച്ച ഹൈക്കോടതിയുടെ ചില ചോദ്യങ്ങളും, ഈ രണ്ട് വിഷയങ്ങൾ ഒരുമിച്ച് ചർച്ച ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. ആദ്യം പാട്ടിലേക്ക് വരാം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ പ്രചാരം നേടിയ ഒരു ഗാനമെന്ന് വേണമെങ്കിൽ പറയാം. പാർലമെൻറ്റിൻ്റെ മുന്നിൽ വരെ പോറ്റിയെ കയറ്റിയ പാട്ട് വൈറലായി. ഏതായാലും അതിനെതിരെ CPM-ൻ്റെ ഒരു നേതാവ്, ഒന്നല്ല ഒട്ടേറെ നേതാക്കൾ പ്രതികരണവുമായി വന്നിട്ടുണ്ട്. ഒരു പരാതി DGPക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ ഈ പാട്ട് സൃഷ്ടിച്ചവർക്കും പാടിയവർക്കുമെതിരെ കേസെടുക്കാൻ വകുപ്പുണ്ടോ എന്നുള്ള കാര്യമാണ് പരിശോധിക്കുന്നത്. കുറച്ച് വർഗീയതയുമൊക്കെ കലർത്തിയാണ് അവർ സംസാരിക്കുന്നത്. ഏതായാലും ഞാനൊരു അയ്യപ്പ ഭക്തനാണ്. 10-30 കൊല്ലം ശബരിമലയിൽ പോയി അയ്യപ്പനെ കണ്ട് വണങ്ങിയിട്ടുള്ളതാണ്. സാക്ഷാൽ സ്വാമി അയ്യപ്പൻ ഒരു മതേതര സ്വഭാവം പ്രകടിപ്പിക്കുന്ന ദൈവമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം തൊട്ടുമുന്നിൽ വാവരിയ്ക്കുമല്ലേ. അപ്പോൾ അയ്യപ്പൻ്റെ കഥകളൊക്കെ നമുക്കറിയാമല്ലോ. അയ്യപ്പന് അങ്ങനെ ജാതിയും മതമൊന്നുമില്ല. ആര് അയ്യപ്പനെ പ്രാർത്ഥിച്ചാലും അയ്യപ്പന് സന്തോഷമായിരിക്കുമെന്നാണ് ഒരു ഭക്തനായ എനിക്ക് പറയാനുള്ളത്. ഏതായാലും അതിൽ രാഷ്ട്രീയം കലർന്നതുകൊണ്ട് അങ്ങനെ ഒരു പരാതിയും പിന്നെ അതിനൊരു വർഗീയ സ്വഭാവവും, ഇതെല്ലാം വളരെ മോശമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ പരാതിയും അതിനെ തുടർന്നുള്ള വാർത്തകളും ഒക്കെ പുറത്തു വരുമ്പോൾ ഈ പാട്ടിന് വീണ്ടും പ്രചാരം കൂടും. അപ്പോൾ അത് കൂടുതൽ പ്രചാരത്തിലേക്ക് വരികയും ഒരുപക്ഷെ മറ്റു ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്യാം. കാരണം ഇതിൻ്റെ യഥാർത്ഥ പാട്ട് കന്നഡ ഭാഷയിലാണ് ഉണ്ടായതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ആ ട്യൂൺ വച്ച് മൊഴിമാറ്റം ചെയ്താണ് മലയാളത്തിലേക്ക് അയ്യപ്പ ഭക്തിഗാനമായിട്ട് വർഷങ്ങൾക്ക് മുൻപ് 50, 60, 70 വർഷങ്ങൾക്ക് മുമ്പായിരിക്കാം വന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു പാരഡി ഗാനമാണ് കുറച്ച് ചെറുപ്പക്കാർ ചേർന്ന് ശബരിമല വിഷയത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പാടിയത്. പാട്ടിനെ പാട്ടിൻ്റെ വഴിക്ക് വിട്ടാൽ മതി എന്നുള്ളതാണ് ബുദ്ധി. പാട്ടിൻ്റെ പുറകെ പോയാൽ പാട്ടാണ് അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകാനാണ് സാധ്യത. അതായത് ഇപ്പോഴെന്തെങ്കിലും നഷ്ടം പാട്ടുകൊണ്ടുണ്ടെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ 3 ഇരട്ടി നഷ്ടമായിരിക്കും ഈ പാട്ടിൻ്റെ പുറകെ നിയമ നടപടിയുമായിട്ട് പോയാലെന്നാണ് എൻ്റെ അഭിപ്രായം. ഏതായാലും പാട്ടവിടെ നിൽക്കട്ടെ, പാട്ടിൻ്റെ കാര്യം പറഞ്ഞു. പിന്നുള്ളത് കോടതിയുടെ ഒരു സംശയമാണ്. അത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. എൻ വാസുവിൻ്റെ അഭിഭാഷകൻ ശ്രീ S. രാജീവ് ജാമ്യാപേക്ഷയിൽ വാദം പറയുമ്പോൾ ഹൈക്കോടതിയിൽ ഉന്നയിച്ച ഒരു പ്രധാന കാര്യമുണ്ട്. അതായത് വിജയ് മല്യ പൊതിഞ്ഞത് സ്വർണ്ണപ്പാളിയാണെന്നുള്ളതിന് ദേവസ്വം ബോർഡിൽ എന്തെങ്കിലും തെളിവുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ കോടതി പ്രത്യേക അന്വേഷണ സംഘത്തോടും സർക്കാരിനോട് ചോദിച്ചു, എന്തെങ്കിലും രേഖയുണ്ടോ, ഉണ്ടെങ്കിൽ കൊണ്ടുവരൂ. സർക്കാർ കൊടുത്ത രേഖ സ്മാർട്ട് ക്രിയേഷൻ്റെ ഏതോ ഒരു ഭണ്ഡാരി കൊടുത്ത ഒരു മൊഴി പകർപ്പാണ്. അത് ആധികാരിക രേഖയാവില്ലല്ലോ. ഇത് സ്വർണ്ണമാണെന്നുള്ളതിന് തെളിവുണ്ടെങ്കിലല്ലേ ചെമ്പ് ആക്കിയതിന് ശിക്ഷിക്കാൻ പറ്റൂ. ഇതാണ് കോടതി ചോദിച്ചത്. വലിയ ഗൗരവമുള്ള കാര്യമാണ് കേട്ടോ. പ്രത്യേക അന്വേഷണ സംഘം കുറച്ച് വെട്ടിലായ മട്ടായിരിക്കണം. കാരണം ഇത്രയും വലിയൊരു നിയമപ്രശ്നം അവരുടെ മുമ്പിൽ എത്തിയത്, അത് പരിഹരിക്കുവാൻ എന്തായാലും രേഖകൾ തന്നെ വേണം. നമ്മൾ ശബരിമലയിൽ ചെന്ന് കാണുമ്പോൾ കട്ടിളപ്പാളിയും ദ്വാരപാലക ശില്പങ്ങളുമെല്ലാം സ്വർണ്ണ നിറമാണ് എന്നതുകൊണ്ട് അത് സ്വർണ്ണമാണെന്നുള്ള രേഖകളും മഹസറും ദേവസ്വം ബോർഡിൻ്റെ പക്കൽ ഇല്ലെങ്കിൽ പിന്നെ ചെമ്പാക്കി മാറ്റി എന്ന കേസിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. പോറ്റി എന്തായാലും പലരുടെ അടുത്തുനിന്നും ഇതുപോലെ ചെമ്പ് സ്വർണ്ണമാക്കിയും സ്വർണം ചെമ്പാക്കിയും കാശ് വാങ്ങി കാണണം. കാരണം അവിടെ വന്ന് കാണുമ്പോൾ ഭഗവാന്റെ മുന്നിൽ സ്വർണം പൊതിഞ്ഞ വാതിൽപ്പാളികളുണ്ട്. കാശ് കൊടുത്ത ഓരോരുത്തരെയും കൊണ്ടുപോയിട്ട് ഇത് നിങ്ങൾ തന്ന പൈസ കൊണ്ട് ഉണ്ടാക്കിയ വാതിൽപ്പാളിയാണ് എന്ന് പറഞ്ഞാൽ അവരതും വിശ്വസിച്ച് സന്തോഷത്തോടുകൂടി വീട്ടിൽ പോകും, ഭഗവാനെയും പ്രാർത്ഥിച്ചിട്ട്. അത്ര വിദഗ്ധനായിരുന്നു പോറ്റി. അപ്പോൾ ഇത്രയും വലിയൊരു സ്വർണ്ണക്കൊള്ള നടന്നുവെന്ന് ആരോപണം നേരിട്ട് അന്ന് ഭരിച്ചിരുന്നവർ ജയിലിൽ കിടക്കുമ്പോൾ 4 പാവപ്പെട്ട പിള്ളേർ ചേർന്ന് പോറ്റിയെ കയറ്റിയെ എന്നൊരു പാട്ട് പാടിയതിന് അതൊരു വലിയ കുറ്റമായി ക്രിമിനൽ കേസൊക്കെ എടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നാൽ പൊതുജനങ്ങൾ ഇതിനെ ഏത് രീതിയിൽ സ്വീകരിക്കുമെന്ന് ആലോചിക്കണ്ടേ? അയ്യപ്പ സന്നിധിയിൽ സ്ത്രീകളെ കയറ്റിയ നിമിഷം മുതൽ അയ്യപ്പൻ കൃത്യമായി പ്രതികരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് വേണ്ടപ്പെട്ടവർ മനസ്സിലാക്കി വരുമ്പോഴേക്കും സകലതും തരിപ്പണമാകാതെ നോക്കുക. അല്ലെങ്കിൽ സമസ്താപരാധം മാപ്പ് പറഞ്ഞ് തടിയൂരുക. കാരണം അയ്യപ്പനാണേ പണ്ട് സ്പീക്കർക്ക് ഗണപതി കൊടുത്ത ഒരു പണി ഓർമ്മയുണ്ടാകുമല്ലോ. അതും ഇക്കൂട്ടത്തിൽ ചിന്തിക്കേണ്ടതാണ്. ഏതായാലും ദൈവങ്ങൾക്ക് ശക്തിയുണ്ട്, ഭരിക്കുന്നവരെക്കാളും ശക്തി